കലാകാരന്മാർക്ക് പൂർണ്ണ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി ക്ഷേമനിധി നവീകരിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. സംഗീത നാടക അക്കാദമിയുടെ രംഗകലാ മ്യൂസിയം ഈ വർഷം പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാര സമർപ്പണം തൃശൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷേമനിധിയെ അടിമുടി ഒന്ന് രൂപാന്തരപ്പെടുത്തി നവീകരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരു കലാകാരൻ പ്രവർത്തിച്ച് അവൻ്റെ ജീവിത അവസാന ഘട്ടത്തിൽ പൂർണ്ണ സംരക്ഷണം എങ്ങനെ ഒരു കലാകാരൻ ഉറപ്പുവരുത്തണം എന്നതിനെ പറ്റിയുള്ള പ്രാഥമിക ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും അതുമായി മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. പഠിതാക്കൾക്കും പൊതുജനങ്ങൾക്കും ഗുണപ്രദമാകും വിധം മ്യൂസിയം നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ അക്കാദമി തുടങ്ങിയിട്ടുണ്ട്. ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് മ്യൂസിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന അക്കാദമിയുടെ ലക്ഷ്യത്തിന് കേരള സർക്കാർ എല്ലാ പിന്തുണയും ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. 2012 തീ കത്തി നശിച്ച രാമനിലയം കോമ്പൗണ്ടിലെ കൂത്തമ്പലം പുനരുദ്ധരിച്ച് സംഗീത അക്കാദമി കൈമാറണമെന്ന ആവശ്യം സാംസ്കാരിക വകുപ്പിന്റെ ശുപാർശയോട് ഇപ്പോൾ ബഹുമാന്യ മുഖ്യമന്ത്രി പരിഗണനയിലാണ്. ടൂറിസം വകുപ്പ് അത് അക്കാദമിക്ക് കൈമാറിയാൽ മികച്ച ഒരു ഇന്റിമേറ്റ് തിയേറ്ററായി അതിനെ അക്കാദമി വികസിപ്പിക്കുന്നതാണ്. സാംസ്കാരിക വകുപ്പിന്റെ എല്ലാ പിന്തുണയും അതിലുണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സംസ്ഥാനത്തെ സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. അതിന്റെ ഗുണം മേഖലയിൽ കാണാൻ കഴിയുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാ വിഷയങ്ങളിലും സാംസ്കാരിക മേഖലയുടെ ഇടപെടലിനൊരു വേദി എന്ന നിലയിൽ ഇന്ത്യയിൽ ആദ്യമായി കൾച്ചറൽ കോൺഗ്രസും ശക്തമായ സിനിമാ നയം രൂപീകരിക്കുന്നതിനായി സിനിമാ കോൺക്ലേവും സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. പൂർണ്ണമായും സ്വാതന്ത്ര്യത്തോട് പ്രവർത്തിക്കാൻ അവർ കൊണ്ടുവരുന്ന പദ്ധതികൾക്ക് അംഗീകാരം കൊടുക്കാൻ ഒരു മടിയും ഈ കഴിഞ്ഞ 4 വർഷക്കാലം സംസ്ഥാന ഗവൺമെന്റ് കാണിച്ചിട്ടില്ല. അതിന്റെ ഗുണം സാംസ്കാരിക മേഖലയിൽ ഉണ്ട് എന്നാണ് മന്ത്രി എന്നുള്ള എൻ്റെ വിശ്വാസം. കേരളത്തിന്റെ സാംസ്കാരിക മേഖല വളർച്ചയുടെ പടവുകൾ കടന്നു പോവുകയാണ്. അതിന്റെ ഭാഗമായി ഒരു കൾച്ചറൽ കോൺഗ്രസ് കേരളത്തിൽ നടത്താൻ പോകുന്നു. ഈ കൾച്ചറൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം സാംസ്കാരിക മേഖലയിലെ ഇടപെടലുകൾ എങ്ങനെയാകണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം ഒരു സിനിമാ കോൺക്ലേവ് ഒരു പോളിസിക്ക് വേണ്ടി നയരൂപീകരണത്തിന് നടത്തുന്നത് കേരളത്തിലാണ്. വീണ വിദ്വാൻ അനന്തപത്മനാഭൻ, നാടകകൃത്ത് സേവ്യർ പുൽപ്പാട്ട്, നർത്തകിയും MD വാസുദേവൻ നായരുടെ സഹധർമ്മിണിയുമായ കലാമണ്ഡലം സരസ്വതി എന്നിവർക്ക് ഫെലോഷിപ്പ് സമ്മാനിച്ചു. കൂടാതെ കീബോർഡിസ്റ്റ് സ്റ്റീഫൻ ദേവസി, ഗായകരായ മിൻമിനി, കോട്ടയം ആലീസ് ഉൾപ്പെടെയുള്ളവർ അക്കാദമിയുടെ അവാർഡുകളും ഗുരുപൂജ പുരസ്കാരങ്ങളും ഏറ്റുവാങ്ങി. 43 പുരസ്കാരങ്ങളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്. അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കരുവള്ളൂർ മുരളി, വൈസ് ചെയർപേഴ്സൺ PR പുഷ്പവതി, നിർവാഹക സമിതി അംഗം TR അജയൻ എന്നിവർ സംസാരിച്ചു. അവാർഡ് ജേതാക്കളുടെ സംഗീത പരിപാടിയും പുരസ്കാര സമർപ്പണ വേദിയെ ശ്രദ്ധേയമാക്കി. സംഗീത നാടക അക്കാദമി പുതുതായി നിർമ്മിച്ച ബുക്ക് സ്റ്റാളിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. TCV തൃശൂർ.